നമ്മുടെ പണം എവിടെ നിക്ഷേപിക്കാം? എവിടെ നിക്ഷേപിച്ചാലാണ് മികച്ച റിട്ടേൺ കിട്ടുക? ഓഹരി വിപണിയിലായാലോ? എന്താണ് ഓഹരി വിപണി അഥവാ ഷെയർ മാർക്കറ്റ്? ഷെയർ മാർക്കറ്റിൽ നമ്മുടെ പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓഹരി വിപണി നമ്മുടെ പണത്തിന് ഉയർന്ന റിട്ടേൺ നൽകുമോ? ഇക്കാര്യങ്ങളെല്ലാം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ആദ്യം വേണ്ടത് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് നിന്ന് നമ്മൾ തുടങ്ങിയ ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ട് തുടങ്ങുന്നതിനായി പാൻ കാർഡ്, ആധാർ, ബാങ്ക് പ്രൂഫ്, ഒരു ഫോട്ടോ ഇത്രയും മതിയാകും. ബാങ്ക് പ്രൂഫ് ആയി ഒരു ചെക്ക് ലീഫോ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയോ അതുമല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയാലും മതിയാകും. ഒരു കമ്പനി, ഉദാഹരണമായി സമ്പന്നരിൽ ഒന്നാമതായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ്. ഈ കമ്പനിയുടെ ഒരു ഓഹരിയുടെ ഇന്നത്തെ വില 1150 ആണ്. ഈ വില പ്രകാരം ഞാൻ 10 ഓഹരി വാങ്ങുന്നു. എൻ്റെ മുടക്ക് മുതൽ 11,500 ആണ്. ഈ ഓഹരി ഞാൻ തുടങ്ങിയ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കപ്പെടുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിൽ ഇനി ഉണ്ടാകുന്ന ലാഭങ്ങളും നഷ്ടങ്ങളും എൻ്റെയും കൂടിയാണ്. കാരണം റിലയൻസ് കമ്പനിയിൽ ഞാനിപ്പോൾ എൻ്റെ കാശ് നിക്ഷേപിച്ചിരിക്കുകയാണ്. റിലയൻസ് കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആ കമ്പനിയുടെ ഓഹരി വാങ്ങി സൂക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നു. ലാഭമുണ്ടാക്കുന്ന കമ്പനികളിൽ നിക്ഷേപിക്കാൻ ആളുകൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും. അങ്ങനെ ആളുകൾ വാങ്ങാൻ കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായും റിലയൻസ് കമ്പനിയുടെ ഓഹരിയുടെ വിലയും കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 1150 രൂപ വീതം മുടക്കിയ ഒരു ഓഹരിയുടെ വില ഉയരുകയും അതിന് കൂടുതൽ മൂല്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതറിയാനായി റിലയൻസ് കമ്പനിയുടെ ഒരു ഓഹരിയുടെ വില ഓരോ വർഷങ്ങളിലും എത്രയായിരുന്നു എന്ന് നോക്കുക. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ലാഭമുണ്ടാക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അവയിൽ നിക്ഷേപം നടത്തുകയും ചെയ്യുക. വി-ഗാർഡും ഇതിന് വേറെ ഒരു ഉദാഹരണമാണ്. ഇനി അടുത്തതായി എപ്പോൾ നിക്ഷേപിക്കണം? അതാണ് ഓഹരി വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം. വില എത്രത്തോളം കുറഞ്ഞ് നമുക്ക് കിട്ടുന്നു അത്രത്തോളം കൂടുതലായിരിക്കും നമ്മുടെ ലാഭവും. എപ്പോഴൊക്കെയാണ് വില കുറഞ്ഞു കിട്ടുന്നത്? ഇപ്പോൾ ഈ കൊറോണ കാലത്ത് കൊറോണ ആദ്യം ബാധിച്ചത് ഓഹരി വിപണിയെയാണ്. അവിടെ ഓഹരികളുടെ വില വളരെ കുറയുകയുണ്ടായി. വില കുറയുന്നതിന് കാരണം ആളുകളെല്ലാം വിൽപ്പനക്കാരായതാണ്. അങ്ങനെ വില താഴ്ത്തി എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഷെയർ വാങ്ങുകയാണെങ്കിൽ, അതായത് 1150 വിലയുള്ള റിലയൻസിനെ തന്നെ 2 ആഴ്ച മുന്നേ 850 കിട്ടിയാലോ? അപ്പോൾ 2 ആഴ്ച കൊണ്ട് 850 മുടക്കിയ ഒരു വ്യക്തിക്ക് 1150 വിറ്റ് കഴിഞ്ഞാൽ 200 രൂപ ലാഭം. ഇനി 1150 റിലയൻസ് വാങ്ങിയ ഞാൻ 850 രൂപ വന്നപ്പോൾ വീണ്ടും 10 എണ്ണം വാങ്ങുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ ഓഹരികളുടെ ആവറേജ് വില എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇനി റിലയൻസ് 1150 എത്തുമ്പോൾ എൻ്റെ ലാഭം എന്നത് 3000 രൂപയാണ്. അതായത് ഒരു ഷെയറിന് 150 രൂപ വീതം, 20 ഷെയറിന് 3000 രൂപ. ഇനി എങ്ങനെ നഷ്ടം സംഭവിക്കുന്നു? ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് പൊതുവായ ആപ്തവാക്യം എൻ്റെ കാശെല്ലാം ഷെയർ മാർക്കറ്റിൽ ഇട്ടുപോയി. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഓഹരി താഴ്ന്ന വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയ്ക്ക് കൊടുത്താൽ ലാഭം തന്നെ, തർക്കമില്ല. അതേസമയം ഉയർന്ന വിലയ്ക്ക് വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് കൊടുത്താലോ? അവിടെ നഷ്ടം സുനിശ്ചിതം. അതുപോലെ
നമ്മുടെ കയ്യിലുള്ള പണത്തേക്കാൾ മൂല്യമുള്ള ഓഹരികൾ മാർജിനിൽ വാങ്ങുന്നത് മൂലവും നഷ്ടം സംഭവിക്കാം. ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കാതെ എങ്ങനെ സുരക്ഷിതമായി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം? അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം കിട്ടുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായി, മറ്റുള്ളവർ പറയുന്നത് കേട്ട് കണ്ണും പൂട്ടി ഓഹരികൾ വാങ്ങാതിരിക്കുക. ഷെയറുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അടിസ്ഥാന വിവരങ്ങൾ ആദ്യം പഠിക്കുകയും ചെയ്യുക. നമ്മുടെ കയ്യിലെ നീക്കിയിരിപ്പ് പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായി ഉപയോഗിക്കുക. തിടുക്കപ്പെട്ട് ലാഭം ബുക്ക് ചെയ്യാതിരിക്കുക. മാക്സിമം പ്രോഫിറ്റാണ് നമ്മുടെ ലക്ഷ്യം. മുൻപ് നല്ലതായിരുന്നു എന്ന കാരണത്താൽ മാത്രം ആ ഷെയർ വാങ്ങാതിരിക്കുക. അടിസ്ഥാന വിവരങ്ങൾ കൂടി തിരക്കിയ ശേഷം വാങ്ങുക. ഇനി നിക്ഷേപിക്കുന്നത് പോലെ പ്രധാനമാണ് സമയാസമയങ്ങളിൽ ലാഭം ബുക്ക് ചെയ്യുന്നതും. എവിടെ ലാഭം ബുക്ക് ചെയ്യണം, എവിടെ നഷ്ടം ബുക്ക് ചെയ്യണം, ഇവയെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.